1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി ഇമ്മാനുവൽ സിൽക്സിൽ ഓണം പൊന്നോണം ലാഭോത്സവം. ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസവും നേടാം ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗോൾഡ് കോയിൻ, ഗിഫ്റ്റ് വൗച്ചർ തുടങ്ങിയ നിരവധി സമ്മാനങ്ങൾ. ഇമ്മാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട് ആൻഡ് ഇരിട്ടി. പട്ടാമ്പി ആമയൂർ സൗത്ത് UP സ്കൂളിന്റെ കെട്ടിടങ്ങളുടെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട രക്ഷിതാക്കൾ പ്രതിഷേധവുമായി രംഗത്ത്. നിലവിൽ ഒരു കെട്ടിടത്തിന് ബലക്ഷയത്തെ തുടർന്ന് പഞ്ചായത്ത് ഫിറ്റ്നസ് നൽകിയില്ല. ഈ സാഹചര്യത്തിലാണ് കുട്ടികളെ സ്കൂളിലേക്ക് വിടാതെ പ്രതിഷേധവുമായി രക്ഷിതാക്കൾ രംഗത്തെത്തിയത്. മാനേജ്മെന്റ് നീതി പാലിക്കുക. ഫിറ്റ്നസ് ഇല്ല കെട്ടിടത്തിൽ മക്കളെ ഞങ്ങൾ അയക്കില്ല. ഫിറ്റ്നസ് ഇല്ല കെട്ടിടത്തിൽ മക്കളെ ഞങ്ങൾ അയക്കില്ല. ആരാണിതിനെ ഉത്തരവാദി? ഫിറ്റ്നസ് ഇല്ല കെട്ടിടത്തിൽ മക്കളെ ഞങ്ങൾ അയക്കില്ല. ആമയൂർ സ്കൂളിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കുക. ആമയൂർ സൗത്ത് UP സ്കൂളിലെ കെട്ടിടങ്ങളുടെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സ്കൂളിലെ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി സ്കൂളിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസം സ്കൂളിലെ 2 ക്ലാസ് മുറികൾ അടങ്ങിയ കെട്ടിടം ബലക്ഷയത്തിലാണെന്ന് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ കെട്ടിടത്തിന് നിലവിൽ ഫിറ്റ്നസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ കെട്ടിടത്തിൽ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാൻ കഴിയില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇതോടൊപ്പം 5 ക്ലാസ് മുറികൾ അടങ്ങിയ മറ്റൊരു കെട്ടിടത്തിന്റെ കൈക്കോൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബലപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട്. ഈ സാഹചര്യത്തിൽ PTA ഭാരവാഹികൾ സ്കൂൾ മാനേജ്മെന്റുമായി സംസാരിച്ചെങ്കിലും അനുകൂലമായ നടപടി ഉണ്ടായില്ലെന്നാരോപിച്ച് രക്ഷിതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇന്നും സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുകയും ചെയ്തിട്ടില്ല. തുടർന്ന് സ്കൂളിലെത്തിയ രക്ഷിതാക്കൾ പ്രതിഷേധം അറിയിച്ചു. വളരെ നല്ല രീതിയിൽ മാനേജ്മെന്റുമായിട്ട് ഇത് സംസാരിച്ച് സഹകരിച്ച് സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ട കാര്യങ്ങളിൽ നമ്മൾ കഴിയും വിധം മാക്സിമം നല്ല രീതിയിൽ ഇടപെട്ട് നോക്കി. മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഇതിനോട് കാണിച്ച അനാസ്ഥ നമുക്കൊരിക്കലും സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. നമ്മുടെ മക്കൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്കൂളിന്റെ മെയിൻ കെട്ടിടത്തിന് ഇപ്പോൾ ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. ഫിറ്റ്നസ് ഈ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ ഫിറ്റ്നസ് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നുള്ളത് ഇതിന്റെ അധികൃതർ നമ്മൾക്ക് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരണം. അത് നമ്മൾ ഉറപ്പായിട്ടും ഇതിന് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ബിൽഡിങ്ങിന് ഇവിടെ ഫിറ്റ്നസ് കൊടുത്തത് എന്ന് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഭാഗത്തു നിന്നും നമ്മളത് അറിയും. നമ്മൾ അറിയാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തുകയും ചെയ്യും. ഇപ്പൊ നിലവിൽ ഫിറ്റ്നസ് ഞങ്ങൾ രക്ഷിതാക്കൾ വന്നിട്ട് സ്കൂളിന് മേലിൽ നിന്ന് മണ്ണും ചെതലൊക്കെ താഴേക്ക് വീഴുണ്ടെന്ന് അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് രക്ഷിതാക്കളിൽ പല ആളുകളും സ്കൂൾ വന്ന് സീലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സന്ദർശിച്ചപ്പോഴാണ് സീലിംഗിന്റെ ഒരു ഭാഗം തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ തൂങ്ങിക്കൊണ്ടിരിക്കുന്നത് 2012 ഇതിന്റെ മെയിൻ കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൊളിഞ്ഞു വീണിട്ടുണ്ടായി. നിലവിലെ പ്രീ പ്രൈമറി കുട്ടികളെ ഇരുത്തുന്ന ക്ലാസ് മുറികളും കമ്പ്യൂട്ടർ ലാബ് അടങ്ങുന്ന കെട്ടിടത്തിലാണ് ബലക്ഷയമുള്ളത്. ഇതിന് പഞ്ചായത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല. ഇതോടൊപ്പം 5 ക്ലാസ് മുറി അടങ്ങിയ കെട്ടിടത്തിന്റെ കൈക്കോലുകളും മറ്റും ബലപ്പെടുത്തണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ മാനേജ്മെന്റ് ഭാഗത്തുനിന്നും ശാശ്വതമായ നടപടികൾ ഉണ്ടാവാത്ത സാഹചര്യത്തിൽ സ്കൂൾ സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് PTAയുടെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് പ്രക്ഷോഭ പരിപാടികൾക്കും നേതൃത്വം നൽകി. എങ്ങനെയാണ് ഫിറ്റ്നസ് കിട്ടിയെന്ന് നമുക്കറിയില്ല. എന്നാൽ കഴിഞ്ഞ ആഴ്ച കൊപ്പത്തെ AE വന്ന് ഞങ്ങൾ ഈ പ്രശ്നങ്ങൾ പറഞ്ഞ സമയത്ത് AE വന്ന് കൃത്യമായി AE പരിശോധിച്ചതിന് ശേഷം രേഖാമൂലം തന്നെ ഈ 2 ബിൽഡിങ്ങുകൾക്ക് ഫിറ്റ്നസ് ഇല്ല എന്നുള്ള ഒരു രേഖാമൂലം സ്കൂളിനെ അറിയിച്ചിട്ടുണ്ട്, മാനേജറെയും അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു കെട്ടിടത്തിലേക്ക് ഞങ്ങളുടെ കുട്ടികളെ പറഞ്ഞയക്കാൻ ഇവിടെ രക്ഷിതാക്കൾക്ക് വളരെയേറെ പ്രയാസമുണ്ട്, പേടിയുണ്ട്. അതുകൊണ്ട് ഇന്നലെ മുതൽ കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടുത്തെ കണക്ക് നോക്കുമ്പോൾ ആകെ 12 കുട്ടികളാണ് ക്ലാസ്സിൽ സ്കൂളിലേക്ക് എത്തിയിട്ടുള്ളത്. ഏറെക്കാലമായി സ്കൂളിലെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന് മാനേജ്മെന്റ് അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും പരിഹാരം ഉണ്ടാകുന്നില്ലെന്നാണ് രക്ഷിതാക്കളുടെയും ആരോപണം. ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ഞങ്ങളെ കുട്ടികളെ വെച്ചിട്ട് ഒരു പരീക്ഷണത്തിന് ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങളെ മാനേജ്മെന്റ് ഇതുവരെ ഞങ്ങളുടെ ഒരു ആവശ്യം നടത്തി തരാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഗവൺമെന്റ് സർക്കാർ ഇത് സ്കൂൾ ഏറ്റെടുക്കണം. അതിനുള്ള സഹായങ്ങൾ എല്ലാവരും അതെ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. ഞങ്ങളെ കുട്ടികളെ വിദ്യാഭ്യാസത്തിൽ ഒരു തടസ്സം നേരിട്ടതിൽ അതുകൊണ്ട് എല്ലാവരും സഹകരണം കൊണ്ട് ഞങ്ങൾക്ക് ഇതിനൊരു അവസരം അതെ ഒരു കുട്ടികൾക്ക് വിദ്യാലയത്തിൽ ഒരു കുട്ടിക്ക് വേണ്ട ഒരു അടിസ്ഥാന നീതിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എല്ലാവരും കൂടിയിട്ട് ഒത്തുകൂടിയിട്ടുള്ളത്. 2 ദിവസമായി കുട്ടികൾ
ഞങ്ങളെ എന്ത് വിശ്വസിച്ചിട്ടാണ് കുട്ടികളെ ഇങ്ങോട്ട് പറഞ്ഞേക്കുന്നത്? നിങ്ങളെ ക്ലാസ് റൂമിൻ്റെ ഉള്ളൊക്കെ ഒന്ന് പോയി കാണണം. ചുറ്റുപാടുള്ള ഒരു സ്കൂളിൽ ഇങ്ങനെ ഒരു അവസ്ഥ നിലവിലില്ല. അതുകൊണ്ട് ഇതിന് ഞങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സഹായം ഞങ്ങൾക്ക് കിട്ടിയേ പറ്റും. നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി വത്സലയും പറഞ്ഞു. ഈ സ്കൂളിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് PTA-യും നാട്ടുകാരും ഒരുപാട് കാലമായി പരാതി പറയാൻ തുടങ്ങിയിട്ട്, പരാതിയല്ല ഉള്ള സംഭവമാണ്. ഒരു ഫിറ്റ്നസ് ഇല്ലാത്ത ബിൽഡിങ്ങിൽ എങ്ങനെ നമ്മൾ കുട്ടികളെ പറഞ്ഞയക്കും? ഇത് കണ്ട് സങ്കടം കൊണ്ടാണ് നമ്മൾ ഈ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. എന്തായാലും ഈ പ്രക്ഷോഭത്തിൽ നിന്ന് പിന്നോട്ടില്ല. കാരണം നമ്മൾ പരീക്ഷിക്കാൻ തയ്യാറല്ല. പല സ്ഥലങ്ങളിലും അപകടങ്ങൾ വന്നു കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ പിന്നാലെ പോകുന്നു. പക്ഷേ ഈ സ്കൂളിലെ പരിസര പ്രദേശത്തുള്ളവരും ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളും അതിന് തയ്യാറല്ല. നമ്മൾ പരീക്ഷിക്കാൻ തയ്യാറല്ല. ഇവർ മാനേജ്മെന്റ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോഴും അവർ പറയും ഒരു ഡേറ്റ് വെക്കും, ആ ഡേറ്റിന് ശരിയാക്കി തരാം എന്ന് പറയും. പക്ഷേ ആ ഡേറ്റ് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം അല്ലേ എന്ന് വിചാരിച്ച വീണ്ടും കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞയക്കും. അപ്പോൾ മാനേജ്മെന്റും അത് തീരുമാനിച്ചിട്ടുണ്ട്, എന്ത് പറഞ്ഞാലും അത് കാര്യങ്ങൾ നടത്താതെ മുന്നോട്ട് കൊണ്ടുപോവാമെന്ന് അവർക്കൊരു ധാരണ ഉണ്ട്. പക്ഷേ ആ ധാരണ ഇനി നടപ്പിലാക്കാൻ സാധിക്കില്ല. എന്തായാലും ഞങ്ങൾ പ്രക്ഷോഭത്തിന് തന്നെയാണ് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. 158ഓളം കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. 9 ഡിവിഷനുകളാണ് ഇവിടെ ഉള്ളത്. 4 കെട്ടിടങ്ങളിലാണ് ഡിവിഷനുകൾ പ്രവർത്തിക്കുന്നത്. വർഷങ്ങളായി ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ മാനേജ്മെന്റിന് താല്പര്യമില്ലെന്നാണ് രക്ഷിതാക്കളുടെ ആരോപണം. സ്കൂളിലെ ഒരു കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ലാത്ത കാര്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇതിൽ പ്രവർത്തിക്കുന്ന ക്ലാസ് മുറികൾ മറ്റു കെട്ടിടത്തിലേക്ക് മാറ്റുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് പട്ടാമ്പി AEO സൂചിപ്പിച്ചു. ഒരാഴ്ചക്കകം തന്നെ ഇതിന് പരിഹാരം കാണാമെന്ന് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചതായും AEO സൂചിപ്പിച്ചു. അതേസമയം നിലവിലെ വിവാദങ്ങൾ അനാവശ്യമാണെന്നും ബലേഷ്യം നേരിടുന്ന കെട്ടിടത്തിൽ നിലവിൽ കുട്ടികളെ ഇരുത്തുന്നില്ലെന്നും സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി രാമൻകുട്ടി നായർ പറഞ്ഞു. അറ്റകുറ്റപ്പണികൾ നടത്തുന്ന കെട്ടിടത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു വരികയാണെന്നും അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കാനാണ് ചിലർ ബോധപൂർവ്വം ശ്രമിക്കുന്നതെന്നുമെന്നാണ് സ്കൂൾ മാനേജറുടെ മറുപടി.